ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഈ വൈകിയ സമയം മുതൽ നാം പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുകയാണല്ലോ. തുടർന്നുള്ള ദിവസങ്ങൾ നാം കർത്തൃപാദപീഠത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും തിരുവചന ധ്യാനത്തോടും ഒക്കെ നമ്മളായിരിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ തന്നെ വളരെ സമർപ്പണത്തോടെ കർത്താവിനോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നാം ആയിരിക്കുമെങ്കിൽ ദൈവിക ശബ്ദവും ദൈവിക വിടുതലും അപ്പോൾ തന്നെ ദൈവിക സ്പർശനവും നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ അപ്രകാരം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്നുള്ള ദിവസങ്ങളൊക്കെയും കർത്താവിൻ്റെ വലിയൊരു അഭിഷിക്തന്മാർ നമ്മുടെ മധ്യേ കടന്നു വരും. നാം എത്രമാത്രം പ്രാർത്ഥനയോടെ ആയിരിക്കുമോ അത്രമാത്രം കർത്താവ് തൻ്റെ ദാസന്മാരെ ശക്തിയോടെ നമ്മുടെ മധ്യേ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആകയാൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ രാത്രികാലം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ നമ്മുടെ മധ്യേ തിരുവചനം ഘോഷണം നടത്തും. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തുടർന്നുള്ള സമയം കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ശക്തിയോടെ ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്നിധരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന വലിയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഈ ഉപവാസത്തിൽ ദൈവം എനിക്ക് തന്ന ഒരു പ്രകാശനം, ദൈവ മക്കളെല്ലാവരും ശക്തി പുതുക്കുന്ന ദിവസങ്ങളായി തീരണം. യെശയ്യാ 40:31 നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കുവാൻ, വാഞ്ചിക്കുവാൻ, ആഗ്രഹിപ്പാൻ ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും സഭയായി കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ അടുത്ത 3 ദിവസങ്ങൾ ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എൻ്റെ ശക്തി കുറഞ്ഞിരിക്കുന്നു, എൻ്റെ ബലം കുറഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ എനിക്ക് പുതിയ ബലം തരണമേ, പുതിയ ശക്തി എനിക്ക് നൽകണമേ. ബഹുദൂരം ഓടുവാൻ, ആമേൻ, ഉയരത്തിലേക്ക് ഗമിപ്പാൻ, തളർന്നു പോകാതെ നടക്കുവാൻ ആത്മീകമായ പുതിയ ബലം എൻ്റെ മേലൊന്ന് തരണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ദൈവജനം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, ഇന്ന് രാത്രി ശക്തിപ്പെടുന്ന രാത്രിയായി തീരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ ആവസിക്കുന്ന രാത്രിയായി തീരട്ടെ. അതിനായി എന്നെ കഴുകണമേ, അതിനായി എന്നെ ഒരുക്കണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് പണിയണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ ശക്തീകരിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി നമ്മെ നിറയ്ക്കുന്നവനാണ്. അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വാഞ്ചയെ അറിഞ്ഞാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്. ദൈവജനം പറയുന്നു, സമ്പന്നന്മാരെ അവൻ വെറുതെ അയച്ചു, എന്നാൽ വിശപ്പുള്ളവന് നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പറ, കർത്താവേ, എന്നെ ഇന്ന് അവിടുന്ന് നിറച്ചയക്കണമേ. സ്തോത്രം, എന്നെ ഇന്ന് നിറച്ചയക്കണമേ. ആമേൻ. എനിക്ക് അങ്ങയുടെ ശക്തി ആവശ്യമാണ്, എനിക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ്, അങ്ങയുടെ പുതിയ സന്തോഷം എനിക്ക് ആവശ്യമാണ്. എത്ര പേർ ആഗ്രഹിക്കും? അവരെ ഇന്ന് നിറച്ചയക്കുന്നവനാണ്. നിറഞ്ഞിരിക്കുന്നവരെ അവനെ നിറയ്ക്കുവാൻ കഴിയത്തില്ല, നിറഞ്ഞുവെന്ന് തോന്നുന്നവരെ അവനെ നിറയ്ക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറ, കർത്താവേ, എൻ്റെ ഒഴിഞ്ഞ അവസ്ഥയൊന്ന് മാറ്റണമേ, എന്നെ ഒന്ന് ശക്തിയാൽ പുതുക്കണമേ, ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഈ രാത്രി നാം ആഗ്രഹിക്കുമെങ്കിൽ നമ്മെ അനുഗ്രഹിപ്പാൻ കർത്താവ് മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു വലിയ ചിന്ത ഇന്ന് രാത്രി മുതൽ നമ്മുടെ അകത്തുണ്ടായിരിക്കട്ടെ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ അഭിഷേകം നമ്മുടെ മേലൊന്ന് പകരപ്പെടണം. പുതിയ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കണം. പുതിയ ദർശനങ്ങൾ നാം കാണുവാനിടയാകണം. വചനത്തിലൂടെയുള്ള ദൈവിക ദർശനങ്ങൾ, ദൈവം നമുക്ക് തരുന്നതായ വെളിപ്പാടുകൾ പുതിയ അനുഭവത്തിൽ പ്രാപിപ്പാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്.
എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവേ, എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥന ആമേൻ 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 ഒരു ചടങ്ങല്ല, വാസ്തവമായി ശക്തി പുതുക്കി എൻ്റെ കണ്ണുകളൊന്ന് പ്രകാശിക്കുന്ന വചനത്തിലെ ആഴമേറിയ അത്ഭുതങ്ങളെ ഒന്ന് കാണുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളിൽ ഞാൻ നിറങ്ങുന്ന വലിയേറെ മുത്തുകളെ ഞാൻ പെറുക്കിയെടുക്കുന്ന ദിനരാത്രങ്ങളായി തീരുവാൻ കൃപ നൽകണം. അതിനായി എന്നെ സമർപ്പിക്കുന്നു. കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? അവൻ നമ്മെ നിറയ്ക്കുന്നവനാണ്. അവൻ നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അതേ ഈ വരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മുകളിലത്തെ വാക്യം 12-ാം വാക്യം കഴിഞ്ഞൊരു ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. ആ ആ മതി, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരീക്ഷ ദൈവം വെച്ചിരിക്കുന്നത്, ഞാനത് വിസ്തരിക്കുന്നില്ല, കഴിഞ്ഞൊരു ദിവസം നമ്മളത് ചിന്തിച്ചു. പരീക്ഷ വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അടുത്ത തലത്തിലേക്ക്, അടുത്ത ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തുവാനാണ്. കൊള്ളാകുന്നവനായി തെളിയണം. അങ്ങനെ തെളിഞ്ഞവർക്ക് ഒരു പ്രതിഫലമുണ്ട്. ജീവൻ്റെ കിരീടം അവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ എങ്ങനെയാണ് പരീക്ഷകളെ ജയിക്കേണ്ടത്? എങ്ങനെയാണ് അതിനെ അതിജീവിക്കുവാനിടയാകുന്നത്? അതാണ് 13 മുതൽ 18 വരെയുള്ള വേദവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരീക്ഷ ജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നാം ഓർക്കണം. 13, 14, 15 വാക്യങ്ങൾ പറയുന്നു, പരീക്ഷയിൽ തോറ്റുപോയാൽ നമുക്ക് ഒരു ന്യായവിധിയുണ്ട്. ദൈവത്തിൻ്റെ കോപത്തിലേക്ക് നാം തള്ളപ്പെടുവാനിടയുണ്ട്. അതോർത്തുകൊണ്ട് പരീക്ഷയെ ജയിക്കുവാനിടയാകണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ചിന്ത ഒരു നെഗറ്റീവായ കാര്യം പറഞ്ഞിട്ട് പോസിറ്റീവായ ഒരു കാര്യത്തിലേക്ക് ദൈവവചനം നമ്മെ കൊണ്ടുവരികയാണ്. ഒരു ന്യായവിധിയെക്കുറിച്ച്, പാപത്തിൻ്റെ അനന്തരഫലം എന്താണ്, പാപത്തിൻ്റെ ശിക്ഷ എന്താണ്, പാപം ചെയ്യുന്നവർ ന്യായവിധിയിലൂടെ കടന്നു പോകുന്നു, അത് മനസ്സിലാക്കി പരീക്ഷയെ ജയിക്കുവാൻ നമുക്കിടയായിത്തീരണം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 17-ാം വാക്യമാണ്. പരീക്ഷ ജയിക്കുവാനുള്ള രണ്ടാമത്തെ മാർഗം ദൈവത്തിൻ്റെ നന്മകളെ, ദൈവം ചെയ്ത നല്ല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് പരീക്ഷയെ ജയിക്കുവാനിടയാകണം. മൂന്നാമത്തെ കാര്യം ദൈവം നമ്മിൽ പകർന്നതായ പുതിയ ജീവൻ, അത് നമ്മെ യേശുക്രിസ്തുവിനെ പോലെ അനുരൂപരാക്കി തീർക്കുന്നത് കൊണ്ട്, ആ ദൈവിക സ്വഭാവം നമ്മുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്നത് കൊണ്ട് യേശുവിനെ പോലെ പരീക്ഷകളെ ജയിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ആ ചിന്തയാൽ ഭരിക്കപ്പെട്ട് പാപത്തെ ജയിക്കുവാൻ, പരീക്ഷയെ ജയിക്കുവാൻ നമ്മുടെ ജീവിതത്തിനിടയായി തീരണം. ഞാൻ പറഞ്ഞ ഈ 3 ചിന്തകൾ നിങ്ങൾ മറന്നു പോകരുത്. അതിൻ്റെ വിശദാംശത്തിലേക്ക് നമ്മൾ കടക്കും. ഒന്ന്, പരീക്ഷ ജയിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം, പരീക്ഷ തോറ്റാൽ നമുക്കുണ്ടാകുന്ന ന്യായവിധി നാം എപ്പോഴും ഓർക്കണം. പരീക്ഷയിൽ തോറ്റവന് ലഭിക്കുന്ന ശിക്ഷാവിധി എന്ത്, അതോർത്തുകൊണ്ട് പരീക്ഷയെ ജയിക്കണം. രണ്ടാമത്തേതൊരു പോസിറ്റീവ് ചിന്തയാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അനേക നന്മകളുണ്ട്. ഓരോ ദിവസവും ദൈവം നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തെ തള്ളി പാപത്തെ സ്നേഹിക്കുവാൻ ഞാൻ പോകത്തില്ല. പരീക്ഷയെ അതുകൊണ്ട് ഞാൻ ജയിക്കും. മൂന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞത്, നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ആ പുതിയ സൃഷ്ടി ആരാണ്? യേശുക്രിസ്തുവിന് അനുരൂപപ്പെട്ടതായ ഒരു പുതിയ സൃഷ്ടിയാണ്. സ്തോത്രം.
യേശുക്രിസ്തുവിനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ട് യേശു പരീക്ഷകളെ ജയിച്ചെങ്കിൽ ഞാനും നിങ്ങളും പരീക്ഷകളെ ജയിപ്പാൻ ബാധ്യസ്ഥരാണ്. ആ യേശുവിൻ്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാപത്തെ ജയിപ്പാൻ, പരീക്ഷയെ ജയിപ്പാൻ നമ്മുടെ ജീവിതത്തിനിടയായി തീരണം. ആദ്യത്തെ ചിന്തയുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് കിടക്കാം. 13, 14 വാക്യങ്ങളൊന്നുകൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷ എന്ന വാക്കിൻ്റെ മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം ടെസ്റ്റ് എന്നാണ്. നമുക്കറിയാം, ടെസ്റ്റ് നല്ലതാണ്. ഒരു വർഷം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ ടെസ്റ്റുണ്ട്. ടെസ്റ്റ് തെറ്റല്ല, ടെസ്റ്റ് തിന്മയ്ക്കല്ല. പക്ഷേ ടെസ്റ്റിനെ 2 വിധത്തിൽ നമുക്ക് നേരിടാം. ഒന്ന്, നന്നായി പഠിച്ച് നന്നായി ആ ടെസ്റ്റ് അപ്പിയർ ചെയ്യാം, നല്ല ജയവും കിട്ടാം. പഠിക്കാതെ ഉഴപ്പി തിരിഞ്ഞ് നടന്നിട്ട് കോപ്പി അടിച്ചും ടെസ്റ്റ് പാസ്സാകാം. അപ്പോൾ ടെസ്റ്റ് തെറ്റല്ല. ടെസ്റ്റിനെ ജയിക്കുവാൻ നാം ഉപയോഗിക്കുന്ന മാർഗമാണ് വ്യത്യാസമുള്ളത്. ശ്രദ്ധിക്കണം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല. എന്താ കാര്യം? ദൈവം പരിശുദ്ധനാണ്, ദൈവം നിർമ്മലനാണ്. സ്തോത്രം. താൻ പരീക്ഷകളാൽ, സ്തോത്രം, അവൻ പരിശോധിക്കപ്പെടുന്നില്ല, അവന് ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ആ ദൈവം തൻ്റെ സ്വഭാവമാണ്, അവൻ മഹാപരിശുദ്ധനാണ്. യെശയ്യാവ് കണ്ട ആ ദർശനം നമുക്കറിയാം. സെറാഫുകൾ 6 ചിറകുകൊണ്ട്, സ്തോത്രം, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് അവർ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് അവരുടെ ആരാധനയെങ്കിൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ ഇളകി, ആമേൻ, അടിസ്ഥാനങ്ങൾ കുലുങ്ങി, അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയായി തീർന്നു. സെറാഫുകൾ പറഞ്ഞത് സർവശക്തനെന്നല്ല, സർവവ്യാപി എന്നല്ല, സർവജ്ഞാനി എന്നല്ല. അതൊക്കെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് ആണെങ്കിലും അവർ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അവൻ ആര്? അവൻ പരിശുദ്ധനായ ദൈവമാണ്. അപ്പോൾ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളവനല്ല, അവൻ മഹാപരിശുദ്ധനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ തൻ്റെ വിശുദ്ധി കൊണ്ട് ദൈവം പരീക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം തൻ്റെ സ്നേഹത്തിൽ തൻ്റെ മക്കളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. സ്തോത്രം. അതാണ് അവിടെ യാക്കോബ് പറയുന്നതായ ദൂത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. ആ ആ അടുത്തത് അടുത്തത് അപ്പോൾ തെറ്റിലേക്ക് നമ്മെ നയിക്കുന്നതായ അനുഭവങ്ങൾ ദൈവം ഒരുക്കുന്ന പരീക്ഷകളല്ല. ദൈവത്തിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു, അങ്ങനെയുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവം പരീക്ഷിക്കുന്നതല്ല, പിന്നെ സ്വന്തം മോഹങ്ങളാൽ നാം പരീക്ഷിക്കപ്പെടുകയാണ്. വളരെ ആഴമേറിയ ഒരു ദൈവശാസ്ത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ദൈവം പരീക്ഷിക്കുന്നത് നമ്മിൽ നിന്ന് നല്ലത് ഉളവാകാനാണ്. സ്തോത്രം. എന്നാൽ പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന പരീക്ഷകൾ നമ്മുടെ മോഹങ്ങളിൽ നിന്നാണ് നാം പരീക്ഷിക്കപ്പെടുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഓർക്കുക, ആ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതായ ആ പ്രോസസ്, 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. 14-ാം വാക്യം.
പ്രൈസ് ദി ലോർഡ്. സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ട് അവൻ പാപം ചെയ്യുവാനിടയാകുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, മോഹമാണ് തെറ്റായ അനുഭവങ്ങളിലേക്ക് നമ്മെ നടത്തുവാൻ ഇടയുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മോഹമെന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലുള്ള ആഗ്രഹങ്ങളും അതിലുൾപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1 കൊരിന്ത്യർ 10-6 ഇസ്രായേൽ മക്കൾ ദുർമോഹികളായി തീർന്ന ഒരു സംഭവം നമുക്കൊന്ന് വായിക്കാം. ആ സ്തോത്രം. ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ്ലീഹയിലൂടെ പറയുന്നു, മോശയെ പിൻഗമിച്ചതായ ജനം മരുഭൂമിയിൽ വെച്ച് അവർ ദുർമോഹികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവർ ദുർമോഹികളായി തീർന്നത്? നമുക്കെടുക്കാം സംഖ്യാപുസ്തകം 11 അതിൻ്റെ 4 നമുക്കൊന്ന് വായിക്കാം. ആ ആ ശ്രദ്ധിക്കണേ, ദൈവം ഇവർക്ക് മരുഭൂമിയിൽ എത്തിയ നാൾ മുതൽ അവർക്ക് ആശ്ചര്യം കൂറുമാറ്, അവരുടെ വായിൽ വെള്ളമൂറുമാറ് മാധുര്യമുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായ മന്ന ഭക്ഷിപ്പാൻ കൊടുത്തു. എന്നാൽ ഇപ്പോൾ അവർ പറയുകയാണ്, ഇവിടെ ഈ മരുഭൂമിയിൽ ദൈവത്തിന് ഞങ്ങൾക്ക് ഇറച്ചി തരുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങളുടെ അരികിലാണിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മന്ന തിന്ന് ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്കിനി ഇറച്ചി വേണം. അപ്പോൾ അവരെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ദൈവം ഒരുക്കിയ പദ്ധതിക്ക് വിപരീതമായി അവർ മോഹിക്കുകയാണ്, ദുർമോഹികളായി. നമുക്കറിയാം, ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. ഭക്ഷിക്കുന്നത് പാപമല്ല. പക്ഷേ ഭക്ഷിക്കാനായി ജീവിക്കുന്ന അനുഭവമാണെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പദമാണ് ഗ്ലട്ടണി. സ്തോത്രം. അത് പാപമാണ്. ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതുപോലെയാണ് നമുക്ക് ഉറക്കം ആവശ്യമാണ്. ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരം വേണ്ടതുപോലെ ഫങ്ഷൻ ചെയ്യത്തില്ല. പക്ഷേ എപ്പോഴും ഉറക്കം, വചനത്തിൽ പറയുന്ന പോലെ അധികം ഉറക്കം, സ്തോത്രം, കൈ കെട്ടിക്കിടക്കുന്ന അനുഭവം, ഒന്നും ചെയ്യാത്ത മടിയന്മാരായി മടിച്ചുകളായിരിക്കുന്ന അനുഭവം, അത് പാപമാണ്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ദൈവം ന്യായമായി ഒരുക്കിയതാണ് മന്ന. എന്നാൽ അവർ ദുർമോഹികളായി തീർന്നുകൊണ്ട് പറയുന്നു, ദൈവത്തിന് ഇവിടെ ഞങ്ങൾക്ക് ഇറച്ചി തരുവാൻ കഴിയുമോ? ആ സംഖ്യാപുസ്തകം 11 അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ഇച്ചിരൂടെ മേളിൽ നിന്ന് വായിച്ചാട്ട്. ആ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. അടുത്തത് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ന്യായമായ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ നല്ലതാണ്. പക്ഷേ ഇസ്രായേൽ മക്കളുടെ ചരിത്രം വരച്ചു കാട്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പുതിയ നിയമവിശ്വാസിയോട് പറയുന്നു, സ്തോത്രം, ദുർമോഹികളാകരുത്.
ദൈവം ന്യായമായി തന്നത്, ന്യായമായി അനുഭവിപ്പാനായി നിയോഗിക്കപ്പെട്ടത് അതായിരിക്കണം നാം അനുഭവിക്കുന്നത്, അതായിരിക്കണം നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. എന്നാൽ ദുർമോഹികളായാൽ അത് നമുക്ക് അനുഗ്രഹമായി തീരത്തില്ല. സ്തോത്രം. മോഹം നമ്മുടെ അകത്ത് നിയന്ത്രണമില്ലാതെ വന്നാൽ അത് സ്തോത്രം നമ്മെ വശീകരിപ്പാനിടയായി തീരും. അപ്പോൾ ഒന്നാമത്തെ പദം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് മോഹം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വിതയ്ക്കാൻ പുറപ്പെട്ടവൻ്റെ ഉപമയാണ് ഉള്ളിനിടയിൽ വിതച്ച വിത്ത്, അതിൻ്റെ വ്യാഖ്യാനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ ഒന്ന്, ഇഹലോകത്തിൻ്റെ ചിന്ത. ദൈവമക്കളെ, നാം ആത്മീകരായി ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടെന്നല്ല, ഈ ചിന്തകൾ മാത്രമായിരിക്കരുത് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. സ്തോത്രം. ഈ ലോകത്തിൻ്റെ ചിന്തകൾ എപ്പോഴും ചിന്തിച്ച് വിഷാദിച്ച് വ്യാകുലപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയല്ല. ദാവീദിനെ പോലെ നമുക്കൊരു നിമിഷം പറയാം, യഹോവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ മനസ്സ് ഉയർത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ 3:1-2 നാം വായിക്കുന്നു, ആകയാൽ ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ബാക്കി ഇവിടുത്തെങ്കിലും ഒന്ന് വേഗം വായിച്ച. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ, ഇഹലോകത്തിൻ്റെ ചിന്തകൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മെ അലട്ടരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, എന്നാൽ അത് നമ്മെ ഭാരപ്പെടുത്തുവാൻ ഇടയാകരുത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് മനം നൊന്ത് കലങ്ങിപ്പോകുവാൻ ഇടയാകരുത്. രണ്ടാമതോടെ പറഞ്ഞിരിക്കുന്നത് ധനത്തിൻ്റെ ചിന്തകൾ. ഇഹലോക ചിന്തകൾ 2, ധനത്തിൻ്റെ ചിന്തകൾ 3, മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള മോഹങ്ങൾ. ഇതെന്താണ്? സ്തോത്രം. നമ്മെ ഞെരുക്കിക്കളയുവാൻ, നമ്മിലുള്ള ദൈവവചനത്തെ ഞെരുക്കിക്കളയും, നമ്മിലുള്ള ദൈവകൃപയെ ഞെരുക്കിക്കളയും, നമ്മിലുള്ള ആത്മീക അധസത്തെ ഞെരുക്കിക്കളയുവാൻ ഇടയാകും. അതാണ് മുള്ളിനിടയിൽ വീണ ആ വിത്തിന് അനുഭവിച്ചത്. അത് നമുക്കുണ്ടാകുവാൻ ഇടയാകരുത്. മോഹങ്ങളെ പിടിച്ചു കെട്ടുവാൻ, നിയന്ത്രണമില്ലാത്ത മോഹങ്ങളിൽ അടിസ്ഥാനപ്പെടുവാൻ ദൈവമക്കൾ ഇടയായി തീരരുത്. സ്തോത്രം. നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം എനിക്ക് ഒരുക്കിയത്, ദൈവം എനിക്ക് തന്നത് മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, തിരിച്ചു വന്നാട്ട് നമ്മുടെ വാക്യത്തിലേക്ക് വന്നാട്ട്, മോഹം 14-ാം വാക്യം. അപ്പം രണ്ടാമത്തെ പദം വശീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, മോഹമകത്തു വന്നാൽ അതെന്ത് ചെയ്യും? നമ്മെ വശീകരിക്കും. വശീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വാക്ക് ഗ്രീക്ക് പദത്തിൽ അതിൻ്റെ അർത്ഥം ചൂണ്ടയിടുക എന്ന. ചൂണ്ടയിടുക. നമുക്കറിയാം, ചൂണ്ടയിടുമ്പോൾ ഈ ചൂണ്ട കാണിച്ചുകൊണ്ടല്ല ആ ലൈൻ വെള്ളത്തിലേക്ക് ഇടുന്നത്. ചൂണ്ട ഉണ്ടെങ്കിലും ചൂണ്ടയ്ക്ക് അറ്റത്ത് അതിനെ മറയ്ക്കുന്നതായ ഒരു ഇരയെ വെക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മത്സ്യം ചൂണ്ടയാണെന്നറിഞ്ഞാൽ അതേ കയറി കൊത്തത്തില്ല. പക്ഷേ അത് കാണുന്നത് എന്താ? അതിൻ്റെ അറ്റത്ത് ആ ചൂണ്ടയെ മറച്ചുകൊണ്ട് സ്തോത്രം പ്രലോഭിപ്പിക്കുന്നതായ ഒരു വസ്തു. തീറ്റയാണെങ്കിൽ നല്ല ഒരു തീറ്റ. അപ്പോൾ ഇതാണ് വശീകരണം. നമ്മുടെ ജീവിതത്തിൽ മോഹം കടന്നു വന്നാൽ, മോഹത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ, നാം ദുർമോഹികളായി തീർന്നാൽ, അതിൻ്റെ അറ്റത്ത് ഒരു പ്രലോഭനവുമായി നമ്മെ വശീകരിപ്പാൻ പിശാച് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം
10-ാം വാക്യത്തിൽ ലോത്തിനെ കുറിച്ച് കാണുവാൻ കഴിയും. ആ വാക്യം ഒന്നെടുത്ത് വായിച്ചാട്ട്. സ്തോത്രം. അപ്പൊ ലോത്ത് നോക്കിയപ്പോൾ കണ്ടത് നീരോട്ടമുള്ള, ശ്രദ്ധിക്കണം ഇങ്ങോട്ട്, നീരോട്ടമുള്ള സ്ഥലം കണ്ടു. അത് കണ്ടതുകൊണ്ടാണ് അവൻ ആ ലക്ഷ്യത്തിലേക്ക് പോയത്. അവിടെ നീരോട്ടമുള്ള സ്ഥലമാണ്. പക്ഷേ അതെവിടെയായിരുന്നു അവനെ കൊണ്ട് എത്തിച്ചത്? നാശപട്ടണമാകുന്ന സോദോമിലാണ് അവനെ കൊണ്ടെത്തിച്ചത്. ഈ നീരോട്ടമുള്ള സ്ഥലം കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ലോത്ത് അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. പക്ഷേ അവനെ അവിടേക്ക് വശീകരിപ്പാൻ, അവനെ പ്രലോഭിപ്പിക്കുവാൻ തക്കവണ്ണം ഈ നീരോട്ടമുള്ള സ്ഥലം അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവകൃപയിൽ നിൽക്കണമെങ്കിൽ പിശാച് അതിൻ്റെ പ്രലോഭനങ്ങളുമായി നമ്മെ കടന്നു പിടിക്കുവാനായി അടുത്തു വരുമ്പോൾ അതിലേക്കല്ല നോക്കേണ്ടത്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനിടയാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? എൻ്റെ മുമ്പിൽ വരുന്നതായി ഈ പ്രലോഭനം എന്ത് സംഭവിക്കുവാനിടയാകുന്നു? ലോത്ത് ആ അനന്തര ഫലം നോക്കിയിരുന്നെങ്കിൽ, പ്രത്യാഘാതങ്ങളെ നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ലോത്ത് ആ വഴി എടുക്കത്തില്ലായിരുന്നു. ഭാവി കാണാൻ ലോത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് സമ്പാദിച്ചതും നേടിയതുമെല്ലാം തീക്കിരയായി, ഒന്നുമില്ലാതെ ഇട്ട വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് താനും തൻ്റെ കുടുംബവും ഇറങ്ങി ഓടി. ആ യാത്രയിൽ എന്ത് സംഭവിച്ചു? ഭാര്യ ഉപ്പുതൂണായി. പ്രൈസ് ദി ലോർഡ്. ആദ്യം പർവ്വതത്തിലെത്തിയില്ല, അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയി. അവിടുന്ന് അവസാനം പർവ്വതത്തിലെത്തി. അവിടെ തൻ്റെ 2 മക്കളും വഴിപിഴച്ച് ദൈവത്തിന് ഇന്നും അറപ്പായിരിക്കുന്ന 2 തലമുറകളെ വാർത്തെടുക്കുവാനിടയായി. ഇതെല്ലാം ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായി ലോത്ത് ആ നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. ദാവീദിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ബത്ശേബയെ കണ്ടു, പ്രലോഭിക്കപ്പെട്ടു, പാപം ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താൻ പാപം ചെയ്തു. ഊരിയാവെന്ന് പറയുന്ന ഒരു നല്ല യോദ്ധാവിനെ താന് കൊല്ലുവാനിടയായി. തനിക്ക് ഈ ബത്ശേബയിലൂടെ ലഭിച്ചതായ മകൻ മരിച്ചു. ദൈവത്തിൻ്റെ കോപം തൻ്റെ മേൽ ജ്വലിക്കുവാനിടയായി. ഈ പ്രത്യാഘാതങ്ങളെ ഒന്നും താൻ മനസ്സിലാക്കാതെയാണ്, അതിനെയൊന്നും എതിർപ്പാർക്കാതാണ് ആ വശീകരണത്തിൽ അവൻ വീണുപോകുവാനിടയായി തീർന്നത്. ഇന്നും പിശാച് ദൈവമക്കളെ വശീകരിപ്പാൻ അടുത്തു വരുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. സ്തോത്രം. മോഹത്തെ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ, മോഹത്തെ പിടിച്ചടക്കിയില്ലെങ്കിൽ അത് നമ്മളെ വശീകരിച്ച് സ്തോത്രം പാപത്തിൽ കൊണ്ടെത്തിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് ഒന്ന് വേഗം കടന്നു വരാം. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. കൊടുക്കുന്നു. ശ്രദ്ധിക്കണേ, അവിടെ ശ്രദ്ധിക്കേണ്ട പദമാണ് കൊടുക്കുന്നു. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്, കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം ദൈവസഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. എന്താണ് അവർ ചെയ്യുന്നത്? 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. ഇന്ന് കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും എന്തുണ്ട്? കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരുമുണ്ട്. സ്തോത്രം. ദൈവജനം വളരെ സൂക്ഷ്മതയോടെ കേൾക്കണം. നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയല്ല, ദൈവവചനം മനസ്സിലാക്കണം. സ്തോത്രം. ദുരുപദേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ടെലിവിഷനിലൂടെയും ക്രൂസൈഡുകളിലൂടെയും വലിയ കൺവെൻഷനിലൂടെയും അറിയപ്പെടുന്ന പലരെയും പിശാച് തള്ളി അവരിലൂടെ ദുരുപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
വ്യക്തിയെ അല്ല നോക്കേണ്ടത്. അയ്യോ ഇന്നാര് കഴിഞ്ഞ ദിവസം അത്ഭുതം പ്രവർത്തിച്ചത്, ആ പുള്ളി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. കഴിഞ്ഞ നാളുകളിൽ ശക്തിയോടെ പ്രവർത്തിച്ച വ്യക്തിയാ, അതുകൊണ്ട് ഇന്നും പറയുന്നത് ശരിയാണെന്ന് ചിന്തിക്കരുത്. ഏത് നിമിഷവും അനേകരെ പിശാച് മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം അതിദുഷ്കരമാണ്. ദൈവമക്കൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ അവൻ്റെ വശീകരണം അവൻ നമ്മുടെ ഉള്ളിലാക്കും, ദൈവസഭയ്ക്കകത്താക്കും. നമ്മെ വഴിതെറ്റിക്കുവാൻ അവൻ കടന്നു വരും. എന്ത് ചെയ്യണം? നാം ജാഗരൂകരായിരിക്കണം. ഈ ചിന്തയോടെ നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 1-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അടുത്തത് ശ്രദ്ധിക്കണേ. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോഴെനിക്ക് മനസ്സിലായൊരു കാര്യം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പ്ലാസ്റ്റോസ് എന്ന, അതിൽ നിന്നാണ് പ്ലാസ്റ്റിക് വന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ പ്രോപ്പർട്ടി എന്താ? ഏത് ഷേപ്പിലും വേണമെങ്കിൽ നമുക്കതിനെ രൂപപ്പെടുത്താം. പ്രത്യേകിച്ചൊരു ഷേപ്പില്ലാതെ ഏത് ഷേപ്പിലേക്ക് നമുക്കതിനെ രൂപപ്പെടുത്താം. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നുഴയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് തോന്നത്തക്കവണ്ണം, യാഥാർത്ഥ്യമാണെന്ന് തോന്നത്തക്കവണ്ണം അതിൻ്റെ അതേ രൂപമെടുത്തുകൊണ്ട് അസത്യത്തെ, സ്തോത്രം, ദൈവവചനത്തെ കോട്ടിമാട്ടിക്കൊണ്ട് അകത്തേക്ക് നുഴയിപ്പിച്ച് കയറ്റുന്നതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ നുഴയിപ്പിച്ച് വായിച്ചാട്ട്, നുഴയിപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നത്? വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കർത്താവിനെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനത്തെ തള്ളിപ്പറയുക. സ്തോത്രം. യേശു യേശു എന്നൊക്കെ പറയും, കർത്താവേ കർത്താവേ എന്നൊക്കെ പറയും. പക്ഷേ കർത്താവ് പറഞ്ഞ ബാക്കി വചനങ്ങളുമായിട്ട് അവർക്ക് എന്തില്ല? ബന്ധമില്ല. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞ ബാക്കി പ്രമാണവുമായിട്ട് അവർക്ക് ബന്ധമില്ല. അവർ യേശുവിനെ നാമം ഉച്ചരിക്കുന്നുണ്ട്, കർത്താവേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഉപദേശങ്ങളെ അവർ പരത്തുകയാണ്. വായിച്ചാട്ട് അടുത്ത വാക്യം. ശ്രദ്ധിക്കണം ഇങ്ങോട്ട്. ഗ്രേസ് കമ്മ്യൂണിറ്റി ഇന്ന് കേരളത്തിലുള്ളതായ ഒരു ദുരുപദേശക്കാരാ. അതിന് മുമ്പന്തി നിൽക്കുന്നവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർ പറയുന്നത് ഇത് കൃപായുഗമാണ്, എന്ത് ഗുണ്ടാമണ്ടി ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പിന്നെ വന്നേച്ച് സ്വോത്രം പറഞ്ഞ് കൈയടിച്ചങ്ങും. പ്രൈസ് ദി ലോർഡ്. കൃപ എന്ന വാക്കിന് അവർ പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ. അർത്ഥം ശരിയാ, യോഗ്യതയില്ലാത്ത ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ദാനം. അതുകൊണ്ട് തെറ്റ് ചെയ്താൽ കുറ്റബോധം ഉണ്ടാകണ്ട. പ്രൈസ് ദി ലോർഡ്. കുറ്റബോധം നമുക്ക് തന്നെ ഡാമേജിങ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? വന്നിരുന്നു കഴിഞ്ഞാൽ ഉടനെ സ്വോത്രം പറഞ്ഞങ്ങ് ആരാധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായിരിക്കണം. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ഗോഡ് ഫോർബിഡ്, നോ. പ്രൈസ് ദി ലോർഡ്. കൃപായുഗമായതുകൊണ്ട് എന്തും ചെയ്യാൻ ലൈസൻസ് ദൈവവചനം തരുന്നില്ല. എന്നാൽ സ്തോത്രം, ദുഷ്കാമ പ്രവർത്തികൾക്ക് ലൈസൻസ് നൽകത്തക്കവണ്ണം അവർ ദൈവവചനത്തെ കോട്ടിമാട്ടി, സ്തോത്രം, ദുരുപദേഷ്ടാക്കന്മാർ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ജനത്തെ അവരുടെ പിന്നാലെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ജാഗരൂകരായിരിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം വശീകരണമാണ്. സമയമില്ലല്ലോ, ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം.
ആ ആ അപ്പോൾ ഒന്നാമത്തെ പദം മോഹം, ആഗ്രഹങ്ങൾ എന്ന് നമുക്കതിനെ പര്യായം പറയാം. ആഗ്രഹം അതിൽ തന്നെ തെറ്റല്ലെങ്കിലും ദുർമോഹം തെറ്റാണ്. ഈ ദുർമോഹം സാധിപ്പിക്കുവാനായി വശീകരണങ്ങളുമായി എതിരാളി നമുക്ക് നേരെ കടന്നു വരും. അതിൽ നാം വശമതരായി തീർന്നാൽ നാം അനുസരണക്കേടിലേക്ക്, പാപത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ ആ പ്രോസസ്സ് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒന്ന്, മോഹം നമ്മെ വശീകരണത്തിലേക്ക് നയിച്ചുകൊണ്ട് പാപത്തിൽ കൊണ്ടെത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ പദം, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പം നാലാമത്തെ പ്രോസസ്, മോഹം കടിഞ്ഞാണിട്ടില്ലെങ്കിൽ വശീകരണത്തിൻ്റെ അനുഭവങ്ങളുമായി, ഒരുക്കപ്പെട്ട സാഹചര്യങ്ങളുമായി നമുക്ക് നേരെ കടന്നു വരും. തെറ്റൊന്നുമില്ലെന്ന് എല്ലാവരും ചെയ്യുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ പറയും, ഓ ഇപ്പം സാരമില്ല, സ്വോത്രം, രക്തത്താൽ ജയം പറഞ്ഞങ്ങ് ചെയ്തോ, പിന്നെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, അന്നേരം അങ്ങ് അനുഭവിച്ചാൽ മതി, അങ്ങ് ഉപവസിച്ചാൽ മതി. എല്ലാവരും 3 ഉപവസിക്കുമ്പോൾ നീ അങ്ങ് 5 ഉപവസിച്ചോ, അല്ലെ 10 ഉപവസിച്ചോ, എല്ലാം ശരിയാകും. ശ്രദ്ധിക്കണേ, ദൈവപ്രമാണം അറിഞ്ഞിട്ട് നീ പാപം ചെയ്യരുത്, പിന്നെ ഉപവസിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ കടിഞ്ഞാണിട്ടുകൊണ്ട് പറയണം, ഇല്ല, യൗസേപ്പ് പറഞ്ഞതുപോലെ, സ്തോത്രം, ഞാൻ ഈ പാപം ചെയ്താൽ ഞാൻ നിന്നോട് മാത്രമല്ല, സ്തോത്രം, ഞാൻ ഫറവോ, ആമേൻ, ഞാൻ പൊത്തിഫേറിനോട് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന തെറ്റാരോടാ? ഞാൻ ദൈവത്തോടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, അത് മരണത്തിൽ കൊണ്ട് നമ്മെ എത്തിക്കും. സ്തോത്രം. എന്നാൽ അതിനു മുമ്പേ അതിനെ നിയന്ത്രിപ്പാൻ നമ്മുടെ ജീവിതത്തിലിടയായി തീരണം. സ്തോത്രം. നാം ആദമിനെ ഹവ്വയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഈ 3 അല്ലെങ്കിൽ ഈ 4 സ്റ്റെപ്പുകളും നമുക്കവിടെ കാണുവാൻ കഴിയും. ആ ആ അപ്പം ശ്രദ്ധിക്കണേ, തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായത്. അപ്പം മോഹിപ്പിക്കുന്ന ഫലം. ഔവ നോക്കിയപ്പോൾ അത് കൊള്ളാം, തന്നെ മാടി വിളിക്കുക, മോഹിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ മോഹം അവൾ ജനിച്ചു. തിന്മാൻ നല്ലതായത്, കാണുവാൻ നല്ല ഭംഗിയുള്ള ഫലമാ, ഇത് കഴിച്ചാൽ ജ്ഞാനമുണ്ടാകും, മോഹിപ്പിക്കുവാനിടയായി. അതിനകത്തൊരു വശീകരണം ഉണ്ടായിരുന്നു. നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകളുണ്ടല്ലോ, 2 കൊരിന്ത്യർ 11:3. ആ ആ അപ്പോൾ എങ്ങനെയാ ചതിച്ചത്? അപ്പോൾ രണ്ടാമത് ഏദനിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഉപായം പ്രയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 2:17 വായിച്ചാട്ട്. ആ ആ സ്തോത്രം. ഇത് ഹവ്വ അങ്ങ് മറന്നു. ഉപായം സാത്താൻ പ്രയോഗിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അവൾ മറന്നു. അപ്പം ഉപായത്തെ ജയിക്കാനുള്ള മറുമരുന്ന് എന്താ? വചനം ധ്യാനിക്കണം, വചനം ഓർക്കണം. കർത്താവ് അതാ നമുക്ക് കാണിച്ചു തന്ന മാതൃക. 40 ദിവസം ഉപവസിച്ച് ക്ഷീണിച്ച്, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കവിളൊക്കെ ഒട്ടി ആകെപ്പാടെ ഓഞ്ഞിരിക്കുന്നറിനെയാണ് പരീക്ഷകൻ വന്ന് പറഞ്ഞു, അയ്യോ നീ അങ്ങ് ആകെപ്പാടെ ക്ഷീണിച്ചു പോയല്ലോ, കണ്ടോ ആ കവിളൊക്കെ ഒട്ടി, ഇത്രയും ഉപവസിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ആ സാരമില്ല, ഇനി അങ്ങ് വീട് വരെ ഒന്നും പോണ്ട, ഈ കല്ല് അപ്പമായി കൽപ്പിച്ചാൽ മതി, അതായിക്കോളും, ഇതങ്ങ് ഭക്ഷിച്ചോ. ഉടനെ ആ വശീകരണം, ആ ഉപായത്തിൻ്റെ മുൻപിൽ കർത്താവ് ജയിച്ചത്
വചനത്തിലൂടെയാണ്. എൻ്റെ കർത്താവ് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സ്തോത്രം. ഔവ അത്രയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ അവൻ തോറ്റ് തുന്നം പാടി സ്ഥലം വിട്ടേനെ. മാനവരാശിയുടെ ഗതി വേറെ ഒന്നായേനെ. എന്താ ഔവ പറഞ്ഞാൽ മതിയായിരുന്നു. തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞ കൽപ്പന, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അപ്പോൾ വചനം ഒന്ന് ഉരുവിട്ടിരുന്നെങ്കിൽ, വചനം ഒന്ന് ഓർപ്പിച്ചിരുന്നെങ്കിൽ അവൻ അവിടെ എന്ത് ചെയ്തേനെ? തോറ്റുപോയേനെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ ഉപവാസത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, വശീകരണവുമായി ഉപായവുമായി അവൻ കടന്നു വരുമ്പോൾ അതിനെ ജയിക്കുവാൻ ഒറ്റ മറുമരുന്നേ ഉള്ളൂ. ദൈവവചനം നീ ഓർത്തുകൊണ്ട്, ദൈവവചനം നീ ഉരുവിട്ടുകൊണ്ട് സാത്താനെ ജയിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ആയുധം ദൈവത്തിൻ്റെ വചനമാണ്. അതിനാൽ അതിനെ ജയിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ 1, മോഹം അവളിൽ ജനിച്ചു. 2, പിശാച് അല്ലെങ്കിൽ സാത്താൻ അവളെ ഉപായത്താൽ ചതിച്ചു. ഇനി 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പാപം ചെയ്തു അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചു. 3:6 ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി. അവൾ പറിച്ചു തിന്നു. അപ്പം അനുസരണക്കേട് സംഭവിച്ചു അല്ലെങ്കിൽ പാപം ചെയ്തു. ഞാൻ പറഞ്ഞ പ്രോസസ്സ്: 1 മോഹം, 2 വശീകരണം, 3 അനുസരണക്കേട് അഥവാ പാപം. അതിൻ്റെ അടുത്തതെന്താ? മരണമാണ്. സംഭവിച്ചോ? പണ്ട് ഇടമറുക് ഒരു ലേഖനം എഴുതി, നിരീശ്വരവാദിയായ ഇടമറുക്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പിശാച് പറഞ്ഞു ചുമ്മാതാ, മരിക്കത്തൊന്നുമില്ല. അവര് ആ ഫലം തിന്നു, മരിച്ചോ? ഇല്ല. അപ്പം ദൈവമില്ല, ദൈവം പറയുന്നതൊന്നും ശരിയല്ലെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. പക്ഷേ നമുക്കെടുക്കാം 3-ാം അധ്യായത്തിൻ്റെ 1 ഇങ്ങനെ അവൻ മതി. ദൈവത്തിന് സ്തോത്രം. എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്കവണ്ണം ആത്മീകമായൊരു മരണം അവിടെ സംഭവിപ്പാനിടയായി. നമുക്ക് റോമർ 5:12 കൂടെ ഒന്ന് വായിക്കാം. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മീകമായ മരണം ആദമിനും ഹവ്വയ്ക്കും സംഭവിച്ചു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് രാത്രി നമ്മോട് ദൈവവചനം ഓർപ്പിക്കുന്നു, ദൈവം തന്നിരിക്കുന്ന ന്യായമായ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. എന്നാൽ നാം ദുർമോഹികളാകരുത്. ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിപരീതമായി, ദൈവവചനത്തിന് വിപരീതമായി മോഹിക്കുവാൻ പാടില്ല. ആമേൻ. ദുർമോഹികളായി തീർന്നാൽ നാം വശീകരിക്കപ്പെട്ട് നാം അനുസരണക്കേടിൽ അഥവാ പാപത്തിൽ വീണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. സ്തോത്രം. അങ്ങനെ ഏകനാൽ ആമേൻ ആമേൻ സ്തോത്രം ആമേൻ പാപവും അവനാൽ തന്നെ മരണവും ലോകത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. അപ്പോൾ നാം എത്ര ജാഗ്രതയോടെ ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കണമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നാം സൂക്ഷിക്കേണ്ട 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തത് സ്തോത്രം. ഇത് ഓർപ്പിച്ചിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്, സൂക്ഷിക്കണം. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു, നാം ഇറങ്ങിത്തിരിച്ചു,
ഈ ലോകത്തിൽ നിന്ദകളും കഷ്ടതകളും പരിഹാസങ്ങളും ഒക്കെ സഹിച്ചു. പലതും നാം വേണ്ടാന്ന് വെച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരരുത്. സ്തോത്രം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? സൂക്ഷ്മതയോടെ നാം ചുവട് വെക്കുവാനിടയായി തീരണം. സ്തോത്രം. നാം എന്തൊക്കെ സൂക്ഷിക്കണം? വേഗത്തിൽ 3-4 വാക്യങ്ങൾ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. മത്തായി 24:4. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പം നാം സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ആരും നമ്മെ തെറ്റിക്കരുത്. എവിടുന്ന്? ദൈവവചനത്തിൽ നിന്ന്, പഥ്യമായ വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ നിർമ്മലതയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് ആരും നമ്മളെ തെറ്റിക്കുവാൻ ഇടയാകരുത്. സൂക്ഷ്മതയുള്ളവരായിരിക്കണം. 2 മർക്കോസ് 4:24. സ്തോത്രം. ആമേൻ. എല്ലാം നോക്കാൻ നമുക്ക് വ്യവസ്ഥയില്ലാത്തതുപോലെ എന്ത് കേൾക്കുന്നു എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വചനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന, പഥ്യമായ ഉപദേശത്തിൽ നിന്ന് അകന്നു പോകുന്നതിൽ ചെന്ന് ചെവി കൊടുക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അതിൻ്റെ പഥ്യമായ അനുഭവത്തിൽ വിളിച്ചു പറയുന്നിടത്ത് മാത്രമേ നാം ചെവി കൊടുക്കാവുള്ളൂ. സ്തോത്രം. എന്ത് കേൾക്കുന്നു? ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ, വിശുദ്ധിയിൽ കേൾക്കുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. മൂന്നാമത് സൂക്ഷിക്കേണ്ട കാര്യം ലൂക്കോസ് 12:15. ലൂക്കോസ് 12:15. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം. ദ്രവ്യം തെറ്റല്ല, പക്ഷെ ദ്രവ്യാഗ്രഹം പാപമാണ്. ലവ് ഓഫ് മണി, പണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പണം ആവശ്യമാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ധനികന്മാരോട് തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അവർ വിശുദ്ധിയോടെ ആയിരിക്കണം. സ്തോത്രം. അവർ ദുർമോഹങ്ങൾക്ക് അധീനരായി തീരരുത്. ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. ദൈവം നമുക്ക് തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. പക്ഷേ അതിനുവേണ്ടി ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യവും ഓട്ടവും. പ്രൈസ് ദി ലോർഡ്. എന്തും ചെയ്ത് ആമേൻ പണം സമ്പാദിക്കുവാൻ നാം ചിന്തിക്കരുത്. വിശുദ്ധിയോടെ ദൈവത്തെ സേവിപ്പാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദ്രവ്യാഗ്രഹം നാം സൂക്ഷിക്കണം. നാലാമതായി 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-ാം വാക്യം. അടുത്തത് താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളണം, സൂക്ഷിക്കണം. അപ്പോൾ സൂക്ഷിക്കേണ്ടതായ നാലാമത്തെ കാര്യം, നമ്മളെ ദൈവം ഒരു പണിയിലാക്കിയിരിക്കുക. ദൈവസഭയുടെ പണി വേഗത്തിൽ നടക്കുക. അതിന് പാർട്ടായിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ദൈവം കണ്ടിരിക്കുക. പത്രോസ് അപ്പോസ്തലൻ അതാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവനുള്ള യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ രൂപാന്തരം പ്രാപിച്ച് ആത്മീക ഗ്രഹമായി നിങ്ങൾ പണിയപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ആ പണിയിൽ എല്ലാ വിശ്വാസികളും ഭാഗവാക്കാണ്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം മാത്രം ചിന്തിക്കണം, എങ്ങനെ പണിയുന്നു? ദൈവവചനത്തിൻ്റെ അനുഭവത്തിലാണോ നാം പണിയുന്നത്? സ്നേഹത്തിലാണോ നാം പണിയുന്നത്? ദൈവകൃപയിലാണോ പണിയുന്നത്? സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ പണിയുന്നത്? അത് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
അഞ്ചാമതായി ഒരു കാര്യം കൂടെ നോക്കി നമുക്ക് ആ ചിന്ത അവസാനിപ്പിക്കാം. 1 കൊരിന്തി 10:12. അപ്പോൾ സൂക്ഷിക്കേണ്ടതായ അഞ്ചാമത്തെ കാര്യം, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. സ്തോത്രം. നിൽക്കുന്നതിൽ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ദൈവം നമ്മെ നിർത്തിയതാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമെന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ എന്ത് ചെയ്യരുത്? വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ യാക്കോബ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, സ്തോത്രം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം. തെറ്റ് സംഭവിക്കരുത്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ഡു നോട്ട് എർ. നിങ്ങൾക്ക് തെറ്റ് പറ്റരുത്. സ്തോത്രം. അതുകൊണ്ട് മോഹങ്ങളെ കടിഞ്ഞാനിട്ടുകൊണ്ട്, സ്തോത്രം, ആമേൻ, വശീകരിക്കപ്പെടുന്നതായ അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ദൈവവചനത്താൽ അതിനെ ജയിച്ചുകൊണ്ട്, ആമേൻ, ദൈവത്തിന് ഹിതമുള്ളവരായി, ദൈവത്തിന് പ്രസാദമുള്ളവരായി, ആമേൻ, പരീക്ഷകളെ ജയിപ്പാൻ, ആമേൻ, പരിശോധനകളെ ജയിപ്പാൻ നമ്മുടെ ജീവിതത്തിലിടയായി തീരണം. രണ്ടാമത്തെ കാര്യം കൂടെ ഒന്ന് വേഗം ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പരീക്ഷ ജയിക്കുവാനുള്ള രണ്ടാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ദൈവം ചെയ്ത നന്മകളെ എപ്പോഴും ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് പരീക്ഷകളെ ജയിക്കണം. അവിടെ ആ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. അവിടെ 4 കാര്യങ്ങൾ നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. 1, ദൈവം നല്ല ദാനങ്ങളെ മാത്രമേ നൽകുന്നുള്ളൂ. ശ്രദ്ധിക്കണേ, ദൈവം നൽകുന്ന എല്ലാ ദാനങ്ങളും എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്ന ദാനങ്ങളെല്ലാം എന്താ? നല്ലതാ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? അപ്പോൾ നമ്മൾ വിചാരിക്കും, കഴിഞ്ഞ ദിവസം എനിക്കൊരു അപകടം ഉണ്ടായി, അല്ലെ ഒരു നഷ്ടമുണ്ടായി, എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം പരീക്ഷയെ തോറ്റു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നൊരു ദൈവദാസൻ പറഞ്ഞ പോലെ അന്നേരം ആ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. കുഞ്ഞ് തോറ്റെങ്കിൽ അന്നേരം വീട്ടിലൊരു പാർട്ടി നടത്തണമെന്നാണ്. സ്തോത്രം. എന്താ കാര്യം? പ്രത്യക്ഷത്തിൽ അതൊരു തിന്മയായി തോന്നിയാലും പിന്നത്തേതിൽ അതെന്താ? ഒരു നന്മയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന്, ദൈവമുഖത്തിലേക്ക് നോക്കി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിന് ആദ്യം അത് തിന്മയായി തോന്നിയാലും അതെന്താണ്? നന്മയ്ക്ക്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? 2 കൊരിന്തി 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, 9ഉം 10ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അല്ല, 2 കൊരിന്തി. ആ ആ 3 പ്രാവശ്യം ഏതോ ഒരു വലിയ വിഷയത്തിന്, ഏതാണെന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദൈവദാസൻ 3 പ്രാവശ്യം മുട്ടിപ്പായി പ്രാർത്ഥിക്കത്തക്കവണ്ണം ഏതോ തന്നെ അധികം വേദനിപ്പിച്ചൊരു വിഷയമാണ്, ഭാരപ്പെടുത്തിയൊരു കാര്യമാണ്. 1 പ്രാർത്ഥിച്ചു, ഒരു മറുപടിയുമില്ല. 2ാമത് പ്രാർത്ഥിച്ചൊരു മറുപടിയുമില്ല. 3ാമത് പ്രാർത്ഥിച്ചപ്പോഴും വിടുതലല്ല. ദൈവം പറയുക, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇത് കേട്ടപ്പോൾ ദൈവദാസൻ ആദ്യം മണ്ടടിച്ച് കാണും. എടാ, എങ്ങനെ എനിക്ക് ഈ രോഗം, പ്രൈസ് ദി ലോർഡ്, ഉദര സംബന്ധമായ ഒരു രോഗമാണെന്നാണ് ഒരു കൂട്ടം വേദപണ്ഡിതാക്കൾ പറയുന്നത്. തന്നെ വളരെ കലശലായി വേദനിപ്പിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട KM ജോർജ് സാറ് പറയുന്ന മിക്കവാറും ശ്വാസം മുട്ടലായിരിക്കും എന്നാൽ അതാണ് ഏറ്റവും വലിയ പ്രയാസമെന്നാണ്. സ്തോത്രം. ഏതായാലും എന്തുവാകട്ടെ, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി. ഇതെങ്ങനെ നന്മയ്ക്കാകുന്നത്? 10ാം വാക്യം വായിച്ചാട്ട്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ബലഹീനത ഉണ്ടായാലേ ഒക്കത്തുള്ളൂ. എന്തിനാണെന്നറിയാമോ ഈ ബലഹീനത?
ദൈവം മറന്നതല്ല, ദൈവം തള്ളിക്കളഞ്ഞതല്ല. എനിക്കെന്താ ഈ ബലഹീനത തന്നത്? സ്തോത്രം. ആമേൻ. വളരെ പ്രാർത്ഥിക്കുന്ന, വളരെ ഉപവസിക്കുന്ന, വളരെ പ്രവർത്തിക്കുന്ന, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന എനിക്കെന്താ ഈ ബലഹീനത, ഈ പ്രതികൂലമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവ പൈതലേ, ക്രിസ്തുവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കേണ്ടതിന് അവൻ ആമേൻ ഈ ബലഹീനത തന്നിരിക്കുന്നു. അതോർത്തൊന്ന് സ്തോത്രം ചെയ്യാമോ? നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ശക്തി നിന്റെ മേൽ തന്നുകൊണ്ട് നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരുണയ്ക്കിലൂടെ കടന്നു പോകുന്ന, നാട്ടത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഈ കഷ്ടത തകർക്കുവാനല്ല, ഈ ഭാരം നിന്നെ ഞെരുക്കുവാനല്ല, ഈ വേദന നിന്നെ തകർക്കുവാനല്ല, ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തെ ഒന്ന് വെളിപ്പെടുത്തുവാനാണ്. എന്നാൽ പിന്നെയും പ്രാർത്ഥിക്കുന്ന, പിന്നെയും ഉപവസിക്കുന്ന, പിന്നെയും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, അവന്റെ ശക്തി തന്ന് അവൻ നിന്നെ ബലത്തോടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്ന്, ദൈവം തരുന്ന ദാനമെല്ലാം നന്മയാണ്. നന്മയല്ലാത്ത ഒരു ദാനവും ദൈവം, ഒന്ന് വിശ്വസിക്കാമോ? സ്തോത്രം, 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 സ്തോത്രം. രണ്ടാമതായി നാം കാണുന്നു, ദൈവം തരുന്ന ദാനങ്ങളുടെ രീതിയും നല്ലതാണ്. ദൈവം നമുക്ക് തരുന്ന നന്മകൾ സ്നേഹത്തോടും കരുതലോടും കൂടെയാണ്. നമുക്ക് എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വേഗം കടന്നു വരാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വേഗം വായിച്ചാൽ. ആ ആ ആ പശ്ചാത്തലം നമുക്കറിയാം. കർമ്മേലിൽ ഒരു വലിയ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വിശ്രമത്തിന് വീട്ടിൽ വന്നപ്പോഴാണ് ഏലിയാവ് കേൾക്കുന്നത് ആ ഇസബേലിൻ്റെ വെല്ലുവിളിയാണ്. നാളെ നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പേ ഏലിയാവിൻ്റെ തല ഞാൻ കൊയ്തിരിക്കും. ഒന്ന് ക്ഷീണം തീർക്കാൻ സമയം കിട്ടിയില്ല, അതിനു മുമ്പാണ് ഈ വെല്ലുവിളി കേട്ടത്. നിരാശപ്പെട്ട് ഇറങ്ങി ഓടിയവൻ മരുഭൂമിയിലൂടെ ഓടി ഒരു ചൂരച്ചെടിയുടെ തണലിൽ അവൻ മാണ്ട് കിടന്ന് പിറുപിറുത്തുകൊണ്ട് പറയുക, കർത്താവേ മതി, ഇനി എനിക്ക് ശുശ്രൂഷയും വേണ്ട, എനിക്ക് ജീവിതവും വേണ്ട, മരിച്ചാൽ മതി. അങ്ങനെ നിരാശപ്പെട്ട് അവനവിടെ മാണ്ട് കിടന്നുറങ്ങി. ചിലപ്പോൾ ചിലരെങ്കിലും ഞാൻ ഈ പറയുന്നത് കേട്ട് കാണുമായിരിക്കുന്നതിന് മുമ്പ്, ഈ ഏലിയാവിനെ ആരോ തട്ടിയാണ് ഉണർത്തിയത്. ആരാ തട്ടി ഉണർത്തിയത്? ദൈവത്തിൻ്റെ ദൂതൻ. എന്നെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏലിയാവ് എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നത് കുറുവടിയും കൊണ്ടായിരിക്കും. നന്ദി കെട്ടവന്. ഇത്രയൊക്കെ ഞാൻ അവന് വേണ്ടി ചെയ്തിട്ടും ഈ പിറുപിറുത്ത് നിരാശപ്പെട്ട് മാണ്ട് കിടക്കുന്നവനെ അടിച്ച് അവനെ ഒരു പാഠം പഠിപ്പിക്കുക. ഇതാണ് മാനുഷികമായ പ്രവണത. പക്ഷെ ദൈവം ഒരു നല്ല ദാനം കൊടുത്തുവെന്ന് മാത്രമല്ല, എങ്ങനെയാണ് കൊടുത്തതെന്നറിയാമോ? കരുണയോടെയാണ് അവനെ തട്ടി ഉണർത്തി. ക്ഷീണമറിയുന്നവൻ, തളർച്ച അറിയുന്നവൻ, ഭാരമറിയുന്നവൻ, സ്തോത്രം, നിന്റെ നിരാശയെ ആമേൻ ക്ഷമിച്ചുകൊണ്ട്, നിന്റെ പിറുപിറുപ്പിനെ ക്ഷമിച്ചുകൊണ്ട്, സ്തോത്രം, നിന്റെ ഇറങ്ങിപ്പോക്കിനെ ക്ഷമിച്ചുകൊണ്ട് അവൻ തൻ്റെ ദൂതനെ അയച്ചു പറയുന്നു, ഏലിയാവേ എഴുന്നേറ്റ് തിന്നുക, സ്തോത്രം, നിനക്ക് ആമേൻ ഒരു വലിയ ദൂരം സഞ്ചരിക്കുവാനുണ്ട്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കാമോ? ദൈവം തരുന്ന ദാനം എല്ലായ്പ്പോഴും നല്ല ദാനം മാത്രമല്ല, അവൻ തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്നേഹത്തോടും കരുതലോടും കൂടെയാണ് നിനക്ക് തരുന്നത്. സ്തോത്രം, ആമേൻ ആമേൻ. കോപത്തോടെയല്ല അവൻ തരുന്നത്. നീ അവൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ, നീ അവനോട് ചേർന്നിരിക്കുമെങ്കിൽ, അവൻ നിനക്ക് തരുന്ന ദാനങ്ങൾ എല്ലാം ആമേൻ ആമേൻ സ്തോത്രം, കരുതലോടെ അവൻ തരുന്ന ദാനത്തിനായി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? മൂന്നാമതായി ദൈവം തരുന്ന ദാനം, അത് സ്തോത്രം, തന്നുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. നിരന്തരമായി അവൻ നമുക്ക് ദാനങ്ങളെ നൽകുന്നു. മനുഷ്യർ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒന്ന് തന്നാൽ വേഗത്തിൽ അവർ ക്ഷീണിച്ചു പോകും. എന്നാൽ ദൈവം തന്നാൽ അവൻ തന്നുകൊണ്ടേയിരിക്കും. എത്ര പേർക്ക്
മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിലെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന ആ വാക്യത്തിൻ്റെ അർത്ഥം. സ്തോത്രം. എന്തെങ്കിലും തന്നിട്ട് നിർത്തുന്നവനല്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം എനിക്ക് തന്ന ദാനം അവൻ തന്നുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. ഓരോ ദിവസവും അവൻ നന്മകളെ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. നാൾതോറും ചെയ്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാമോ? അവൻ കുറച്ചിട്ടില്ല, അവൻ കൈ ഇളച്ചിട്ടില്ല, അവൻ തന്നുകൊണ്ടിരിക്കുന്ന ദൈവം. പിന്നെയും അവൻ പകരുന്ന ദൈവമാകയാൽ അവനിൽ നിന്ന് പ്രാപിക്കുവാൻ എത്ര പേര് വാഞ്ചയോടെ ഏൽപ്പിച്ചു കൊടുത്ത് പറയും, തളർന്നു പോകാതെ, നിന്റെ കൈകൾ കുഴഞ്ഞു പോകരുത്, നിന്റെ മുഴങ്കാലുകളെ നിവർത്തിക്കൊണ്ട്, കൈകളെ ഉയർത്തിക്കൊണ്ട് ആമേൻ ദൈവമുഖത്തേക്ക് നോക്കുമെങ്കിൽ, എല്ലാ ആമേൻ ആമേൻ കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി ഇന്നും നല്ല ദാനങ്ങളെ തരുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ രാത്രി മതിയായവനും വിശ്വസ്തനുമാണ്. നാലാമതായി ആ ഭാഗത്ത് പറയുന്നു, നന്മ തരുന്ന ദൈവം അവൻ മാറ്റമില്ലാത്തവനാണ്. സ്തോത്രം. അതാണ് ആ ഭാഗത്തെ ഏറ്റവും വലിയ ചിന്ത. സ്തോത്രം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞതുകൊണ്ടോ, നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ പോരായ്മ സംഭവിച്ചതുകൊണ്ടോ അവൻ തരുന്ന ദാനം മുടക്കുന്നില്ല കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ ദൈവം കൂടുതൽ നന്മ തരുന്നവൻ മാത്രമല്ല, ജീവിതത്തിൽ പലപ്പോഴും പോരായ്മകളോ വീഴ്ചകളോ സംഭവിക്കുമ്പോഴും സ്തോത്രം അതിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യാതെ നമ്മോട് കരുണയുള്ളവൻ, നമ്മോട് ക്ഷമിക്കുന്ന ദൈവം, അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. ഞാൻ അവിടെ വിസ്തരിക്കുന്നില്ല. വികാരത്താൽ അവന് മാറ്റമില്ല. വികാരം മാറിയതുകൊണ്ട് ദൈവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. സ്തോത്രം. സാഹചര്യം മാറിയതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി മാറുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നത് മാറ്റിക്കളയുന്നില്ല. നമ്മുടെ ദൈവം ആര്? എത്ര പേർക്ക് ബോധ്യമുണ്ട്? വികാരത്താൽ മാറ്റമില്ലാത്തവൻ, ഗതിഭേദത്താൽ മാറ്റമില്ലാത്തവൻ. ആ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞാൻ സ്തുതിക്കുന്നത്. കരമുയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ചിന്തയുടെ ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 18-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. സ്തോത്രം. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കണമെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സംയോജനം ആവശ്യമാണ്. അതുപോലെ ആത്മീകമായി വീണ്ടും ജനിക്കണമെങ്കിൽ 2 ഘടകങ്ങൾ ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ജനിക്കണം? കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. വെള്ളം ദൈവത്തിൻ്റെ വചനമാണ്, ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെയും ആ വാക്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ദൈവവചനത്താൽ നിങ്ങൾ, അല്ലേ? 18-ാം വാക്യം എന്താ നമ്മൾ വായിച്ചത്? സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 1:23, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുമാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. സ്തോത്രം. അങ്ങനെ വീണ്ടും ജനിച്ചവരായ നാം ഒരു കാര്യം മറന്നു പോകരുത്. ഈ വീണ്ടും ജനനത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മാത്രമേ അതിന് സ്തോത്രം സാധ്യമാക്കി തീർക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:13 കർത്താവ് പറഞ്ഞു, അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ജഡത്തിൻ്റെ ഇച്ഛയാലുമല്ല. ബാക്കി എടുത്തെങ്കിൽ ഒന്ന് വേഗം വായിച്ചേ. അപ്പോൾ അവിടെ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം,
മാനുഷികമായ പിന്തുടർച്ചയാൽ വീണ്ടും ജനനം സംഭവിക്കുന്നില്ല. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നു മാനുഷിക പ്രയത്നത്താൽ വീണ്ടും ജനനം സംഭവിക്കുന്നില്ല. മൂന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്നു മാനുഷിക സഹായത്താൽ. ഇതിന് ഞാൻ 3 ഇംഗ്ലീഷ് പദം കൊടുക്കുകയാണ്. ഹ്യൂമൻ ഡിസെൻറ്റ്, ഹ്യൂമൻ എഫക്റ്റ്, 3 ഹ്യൂമൻ അസിസ്റ്റൻസ്. ഇനി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ബന്ധം കൊണ്ട്, അല്ലെങ്കിൽ സ്തോത്രം, ലോകപ്രകാരമുള്ള റിലേഷൻ കൊണ്ട് ദൈവ പൈതലാകുന്നില്ല, വീണ്ടും ജനിക്കുന്നില്ല. 2 സ്തോത്രം, ആമേൻ, ഒരു വ്യക്തിയുടെ താല്പര്യം കൊണ്ട് നാം ദൈവമകനും ദൈവമകളുമാകുന്നില്ല. 3 ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, ചില പുണ്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് ദൈവമകനും ദൈവമകളുമാകുന്നില്ല. മാനുഷിക പരിശ്രമത്താൽ, മാനുഷികമായ ആമേൻ താല്പര്യത്താൽ, മാനുഷികമായ ബന്ധത്താൽ ഒരു വ്യക്തി ദൈവ പൈതലാകുന്നില്ല, വീണ്ടും ജനിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ മാത്രമേ ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമാകുന്നുള്ളൂ. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി, അനുഭവമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ആ 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ച് നമ്മുടെ ചിന്ത അവസാനിപ്പിക്കാം. അപ്പം നമ്മളെ ആരായിട്ടാണ് ദൈവം കണ്ടിരിക്കുന്നത്? ആദ്യ ഫലം. പഴയ നിയമത്തിൽ ഇസ്രായേലിന് ദൈവം നിയമം കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് നിങ്ങളുടെ സകല ഫലത്തിൽ നിന്നും എന്തു വേണം? ആദ്യ ഫലം ദൈവത്തിന് കൊണ്ടുവരണം. ഈ ആദ്യ ഫലം എന്ന് പറയുന്നത് കെട്ടതും ചീത്തയായതൊന്നുമല്ല. ആ ഫലത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്, മെച്ചമായത്, അതാണ് ദൈവത്തിന് കൊണ്ടുവരേണ്ടത്. അപ്പം സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും വിലയേറിയതും ഏറ്റവും പ്രസാദകരവുമായവരാരാണ്? വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി എന്താ? ദൈവത്തിന് നാം വിലയേറിയവരാ. ആദ്യഫലമായി, ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം നമ്മെ കണ്ടിരിക്കിയാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? സ്തോത്രം എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവരായി ഈ തലമുറയിൽ നിലകൊള്ളുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അവനെ പോലെ നമ്മെ ആക്കി തീർക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പറയാം, എന്നെ ഒന്ന് പണിയണമേ കർത്താവേ, അങ്ങയുടെ സ്വഭാവവും അങ്ങയുടെ സാദൃശ്യത്തിലേക്ക് എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഓരോ ദിവസവും ആമേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ, ആമേൻ നമ്മുടെ കൂട്ടായ്മകൾ അതിനിടയാക്കട്ടെ. ലോകത്തിന്റെ സ്വഭാവങ്ങൾ പുറകിലെറിഞ്ഞുകൊണ്ട്, ലോകത്തിന്റെ അനുഭവങ്ങളെ പുറകിലെറിഞ്ഞുകൊണ്ട് അനുഭവപ്പെടുവാൻ ഇന്ന് രാത്രി എത്ര പേർ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കും? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-29 വാക്യം കൂടെ വായിച്ച് ചിന്ത അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ന്റെ ആ 29-30 സോറി. അടുത്തത് മതി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പുത്രന് സാദൃശ്യമുള്ളവരായി തീരുവാൻ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, സ്തോത്രം, അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് ആദ്യഫലമായി തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെട്ട് അവനോട് സാദൃശ്യമുള്ളവനായി തീരുവാൻ നമ്മെ അവൻ വീണ്ടും ജനിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കതിനു വേണ്ടി ഒരു നിമിഷം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
കർത്താവിനെ പോലെയായി തീരുവാൻ, അവൻ്റെ സ്വഭാവം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോകുവാൻ ഇന്ന് രാത്രി എത്ര പേർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവൻ ചെയ്ത നന്മകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ നമുക്ക് നന്മ ചെയ്ത കർത്താവെങ്കിൽ അവൻ ഇനിമേലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കർത്താവാണ്. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പറയാം, കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ ദൂതകത്ത് ഉൾക്കൊണ്ട ദൈവമക്കൾ അല്പസമയം അതിനെ ധ്യാനിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കാം. ഓ ഹല്ലേലൂയ. മോഹം, ആമേൻ ആമേൻ, വശീകരണത്തിലേക്കും വശീകരണം പാപത്തിലേക്കും പാപം മരണത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നത് കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിക്കുന്നു. ആമേൻ ആമേൻ, പരീക്ഷ ജയിച്ച് മുന്നോട്ട് പോകുവാൻ ഇന്ന് രാത്രി ഇതാ എന്നെ സമർപ്പിക്കുകയാണ്. മോഹത്തിന് ഞാൻ ഇടം കൊടുക്കത്തില്ല. ആമേൻ. ഇസ്രായേൽ മക്കളെ പോലെ ദുർമോഹികളായി തീരുവാൻ എനിക്കിടയാകരുത്. ദൈവവചനത്താൽ ആ വശീകരണത്തെ ജയിപ്പാൻ കൂടവരാതൽ വൈഡാരാതൽ പ്രമദാമാന വൈഡാരാതൽ കൂടവനാതല വൈഡാരാതൽ പ്രമദാമാന വൈഡാരാതൽ രേദാനാമ രൗഡാനാദ രേഗാദാന വൈഡാമാന ഉൽക്കവനാതൽ വൈഡാരേതൽ. ദൈവങ്ങളെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ഹൃദയങ്ങൾ ആഴമായി പതിഞ്ഞിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ഇപ്പോഴും സ്നേഹിക്കുകയാണ്. അവൻ എല്ലായ്പ്പോഴും നല്ല ദാനങ്ങളെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സ്നേഹത്തോടെ നമുക്ക് നൽകുകയാണ്. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ സ്തോത്രം, ആ നന്മകൾ തുറന്നുകൊണ്ടേ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ ആമേ കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമല്ലോ. ശുശ്രൂഷിപ്പാൻ കർത്തദാസനെ ബലപ്പെടുത്തിയല്ലോ. തുടർന്നുള്ള ഓരോ സെക്ഷനിലും ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവം തന്നെ ജനത്തെ കൂട്ടിച്ചേർക്കുവാൻ, ആമേ ശക്തമായ ദൈവിക ഇവിടെ നടക്കുവാൻ ഒരു നിമിഷം കൂടെ കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ച് നാം ദൈവത്തോട് നമുക്ക് പോരാടി പ്രാർത്ഥിക്കാം. ഉടവരം ദല ബൗഡവരീക്കവരം ദല ബൗഡവരീഷാദഗദ ദാരാബ ജീഡാരം ദ വൈഡവരീക്കവരം ദല ബൗഡവ അടവാരം ദ വൈഡാരാബ ശികാരാബ ഹംദാലാബ ഉടവലം ദല ബൗഡൽക്കാരം ജീഡവരം ദല ബൗഡാരാബ ജീഡാരാബ ഹംദാലാബ ഉടാൽക്കൗഡ രഗദാലം ദല ബൗഡവരീക്കവരം ദല ബൗഡവരീകാരാബ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. പിന്നെയും ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് ഏൽപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.